നേതാവിന്റെ രാഷ്ട്രീയം. Co-presented by Berger Paints, 100 years of trust. Powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെ മുന്നിൽ നിന്ന് നയിക്കുന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നമുക്കൊപ്പം ചേരുകയാണ്. സർ, സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയെടുത്തതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. എങ്ങനെയാണ് അനുഭവം? ഭംഗിയായി നിറവേറ്റാൻ കഴിഞ്ഞുവെന്ന് ആത്മവിശ്വാസമുണ്ട്? അല്ല, സംസ്ഥാന സെക്രട്ടറി ആയപ്പോഴും അതിനു മുമ്പും ഇലക്ഷൻ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഫലപ്രദമായിട്ട് ഇടപെട്ട് പോകുന്ന ഒരു പാർട്ടി കേഡർ എന്ന നിലയിലാണ് ഞാൻ ഇതേവരെ പ്രവർത്തിക്കുന്നത്. അതിപ്പോഴ് സെക്രട്ടറി ആയി എന്നുള്ളതുകൊണ്ട് ഒരു പ്രത്യേകമായ എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ ഭാഗമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂട്ടായ പ്രവർത്തനമാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, എല്ലാ സഖാക്കളും ലക്ഷക്കണക്കിന് കേഡർമാരുടെ കൂട്ടായ്മയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനം നടക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരാളോ അല്ലെങ്കിൽ രണ്ടാളോ അല്ല, ലക്ഷക്കണക്കിന് പാർട്ടി കേഡർമാർ അവരെല്ലാം കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്, നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാനാവുക. ആത്മവിശ്വാസം എത്രമാത്രം? നല്ല ആത്മവിശ്വാസമാണ്. കേരളത്തിൽ വമ്പിച്ച മുന്നേറ്റമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോഴും നേടിക്കൊണ്ടിരിക്കുന്നത്. നല്ല മുന്നേറ്റമാണ്. ഒരു പ്രഡിക്ഷൻ പറയാനുണ്ടോ? അത് പറയാം. 20 നമ്മൾ 20 മണ്ഡലവും ജയിക്കുക എന്നുള്ളതാണ്. അതിൽ ഏതെങ്കിലും ഒന്ന് വിട്ടുകൊടുത്ത് അത് ഏതാണെന്ന് ചോദിച്ചാൽ പിന്നെ അത് പറയാൻ പറഞ്ഞേ ഏതാണെന്ന്. ഇലക്ഷൻ്റെ സംവിധാനത്തിൽ നമുക്കത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് 20 സീറ്റും ജയിക്കുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ തവണ UDF-ന് അനുകൂലമായ പല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, ശബരിമല, രാഹുൽ ഗാന്ധി ഒക്കെ. ഇപ്പോൾ എങ്ങനെയാണ് സാഹചര്യങ്ങളെ കാണുന്നത്? അതൊന്നുമില്ല. ഇപ്പോഴും UDF-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യവും ഇല്ലയെന്ന് മാത്രമല്ല, UDF-നെതിരായ അതിശക്തിയായിട്ടുള്ള ഒരു തരംഗമാണ് കേരളത്തിലുള്ളത്. അവരുടെ ആത്മവിശ്വാസം വളരെ വലുതാണ്. സർക്കാരിനെതിരായ വികാരം ഉൾപ്പെടെ ഉണ്ടാകും, അല്ലെങ്കിൽ അതൊക്കെ അനുകൂല സാഹചര്യമായി അവർ കാണും. അതെ, പക്ഷെ അവർക്കൊന്നും പറയാനില്ലല്ലോ. ഗവൺമെൻറ്റിനെതിരായിട്ട് എന്താ പറയാനുള്ളത്? എന്തെങ്കിലും ഗൗരവമുള്ള ഒരു പ്രശ്നം ഗവൺമെൻറ്റിനെതിരായിട്ട് അവർക്ക് പറയാനുണ്ടോ? ഇല്ലല്ലോ. ഇതേ അവർ ഉന്നയിച്ചിട്ടില്ലല്ലോ. വെറുതെ ഗവൺമെൻറ് വിരുദ്ധം എന്ന് പറയുന്നതല്ലാതെ എന്താണ് ഗവൺമെൻറ്റിന് കോൺക്രീറ്റ് ആയിട്ട് ഇതാണ് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരം എന്ന് പറയാൻ ഒരു കാര്യം പോലും അവരുടെ മുമ്പിലില്ല. നമ്മൾ ഈ ഫീൽഡിൽ ആളുകളെ കാണുമ്പോൾ പെൻഷൻ കിട്ടിയില്ല എന്നതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് അവർ പറയുന്നുണ്ട്, അവതരിപ്പിക്കുന്നില്ല. അവർ ആദ്യം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അതായത് 2 ഗഡു, ആദ്യത്തെ ഗഡു 3 ഗഡു കിട്ടുന്നതിന് മുമ്പ് അവർക്ക് ആ പ്രയാസം ഉണ്ടായത് നമ്മൾ കിട്ടിയില്ല എന്ന്. അതിപ്പോൾ ഞാൻ തന്നെ പൊതുയോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, മോനെ, നല്ല പ്രായമുള്ള പെണ്ണുകളാണ്, ഞങ്ങൾക്ക് 18 മാസം മുമ്പ് ഉമ്മൻചാണ്ടി തന്നിട്ടില്ല, 18 മാസം മുമ്പ് നമുക്ക് പൈസ തന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾക്കതൊരു പ്രശ്നമുണ്ടായിരുന്നില്ല. എന്താ, 600 രൂപ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ 600 രൂപ മാത്രം കിട്ടുന്ന ഒരു പെൻഷൻ കിട്ടിയില്ലെങ്കിലും അത് ജീവിതത്തെ ബാധിക്കുന്നില്ല. കാരണം ഇത് പ്രത്യേക കരുതി വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ 18 മാസം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് പ്രയാസമില്ല. ആ പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾക്ക് 1600 എന്ന് പറഞ്ഞാൽ 75,000-ത്തിലധികം ഉറുപ്പിക ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അധികം തന്നു. അത് വളരെ പ്രധാനമാണ്. നമ്മളൊന്നും പറയാതെ പോകേണ്ടത്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയ വലിയ പ്രശ്നങ്ങൾ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അത് പ്രധാന വിഷയവുമാണ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്. അപ്പോൾ പൗരത്വ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ CPM കൂടുതൽ ശക്തമായി ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജനങ്ങൾ അതിനെ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നുണ്ടോ? അതൊരു ന്യൂനപക്ഷ വോട്ടിന് വേണ്ടിയുള്ള നിലപാടെന്ന വിമർശനം കൂടി നേരിടും. ന്യൂനപക്ഷ വോട്ടൊന്നുമില്ല പ്രശ്നം. മതരാഷ്ട്രമാക്കുക എന്നത് ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നമാണോ? മതരാഷ്ട്രമാക്കി മാറുന്നു എന്നുള്ളത് ഒരു ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നമല്ലല്ലോ. ഇന്ത്യൻ്റെ മൊത്തം പ്രശ്നമാണ്. മതനിരപേക്ഷ ഉള്ളടക്കം തകർക്കുക, അതിന് ഡെമോക്രാറ്റിക് രീതിയിലുള്ള സംവിധാനം ഒഴിവാക്കുക എന്നാണ് പച്ച മലയാളം. പിന്നെ ഇന്ത്യ നിലനിൽക്കാണ്ട് ജീവിതത്തെപ്പറ്റി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്നത്തെ ഈ പരിമിതിയുള്ള ഇന്ത്യയെങ്കിലും നിലനിൽക്കുമോ? അല്ല ഫാസിസ്റ്റ് ഇന്ത്യയിലേക്ക്, ഹിന്ദുത്വ അജണ്ടയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് ജനങ്ങളതിന് ഫലപ്രദമായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും പ്രതികരിക്കുന്നുണ്ട്.
പ്രതിപക്ഷത്തിന് ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളിൽ മറ്റൊന്ന് എന്ന് പറയുന്നത് സർക്കാരിനെതിരെ ഉള്ള വിഷയങ്ങൾ ഉൾപ്പെടെയാണ്. കരുവന്നൂർ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, മാസപ്പടി വിഷയം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശുദ്ധ അസംബന്ധങ്ങളാണ്. കരുവന്നൂർ ബാങ്ക് എന്ന് പറയുന്നതിൽ 16,250 സഹകരണ മേഖലയിലുള്ള ബാങ്കുകളിൽ ഒന്നാണത്. അതിനെ പർവ്വതീകരിച്ച് കേരളത്തിലെ എല്ലാ സഹകരണ മേഖലയിലും ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമമാണ് നരേന്ദ്രമോദി ഉൾപ്പെടെ നടത്തുന്നത്. അതെല്ലാം പ്രചരണം മാത്രമാണ്. ആ ബാങ്ക് തന്നെ, കരുവന്നൂർ ബാങ്ക് തന്നെ ഇപ്പോഴും സാധാരണ നിലയിലുള്ള ബാങ്കായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇ ഡി വന്നിട്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. അല്ലാണ്ട് ഇ ഡി ഇല്ലായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ക്രൈംബ്രാഞ്ചുകാർ കയ്യിലുള്ള ആളുകളുടെ വസ്തുക്കൾ കൃത്യമായിട്ട് 1069 രേഖകൾ തന്നെയുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് ഫലപ്രദമായിട്ട് ഈ പൈസ മുഴുവൻ തിരിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ പാർട്ടിക്ക് തന്നെ ചെറിയ തെറ്റുകൾ സംഭവിച്ചു എന്ന് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്ന വിഷയമാണ്. ഇവിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇ ഡി വരുന്നത്. ജനങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ജനങ്ങൾ ഈ പറയുന്ന ഈ മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും പറയുന്നതാണോ ജനങ്ങൾ കേട്ട് നടക്കുന്നത്? ജനങ്ങൾക്കെല്ലാം അവരുടെ അനുഭവവേദ്യമല്ലേ. ഞാൻ ഈ പറഞ്ഞ 16,250 സഹകരണ സംഘങ്ങളിൽ 90% സഹകരണ സംഘവും കൈകാര്യം ചെയ്യുന്നത് CPM അല്ലേ. ഇത് കരുവന്നൂരിൻ്റെ പേരും പറഞ്ഞിട്ട് ഇത്രയും വലിയ ഒരു ശൃംഖലയെ മുഴുവൻ അവമാനിക്കാനല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അതൊന്നും ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഇപ്രാവശ്യത്തെ സേവിങ്സ് ഡെപ്പോസിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സംരംഭം നടത്തിയല്ലോ, അപ്പോൾ തീരുമാനിച്ചതിന് എത്രയോ അധികമാണ് പൈസ യഥാർത്ഥത്തിൽ ബാങ്കുകൾക്ക് കിട്ടിയത്. അതുകൊണ്ട് ബാങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് തെറ്റായ പ്രവണതയുണ്ടെങ്കിൽ അതിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഏറ്റവും ശക്തിയായിട്ടുള്ള പ്രശ്നമുള്ളത് 200-ലധികം സഹകരണ സ്ഥാപനങ്ങൾ UDF-ൻ്റെയാണ്. ഇലക്ട്രൽ ബോണ്ട് വലിയ വിവാദം ദേശീയ തലത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെ തലയുയർത്തി നിന്ന പാർട്ടിയാണ് CPM. ആ CPM-ന് മാസപ്പടി വിഷയം കേരളത്തിൽ തിരിച്ചടിയാകുന്നുണ്ടോ, പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? ഒരു തിരിച്ചടിയാകുന്നില്ല. ഒരു മാസപ്പടി വിഷയവും ഞങ്ങളെ ബാധിക്കുന്നില്ല. അതെല്ലാം കമ്പനികൾ തമ്മിലുള്ള കരാറുകളും കരാറടിസ്ഥാനപ്പെടുത്തിയുള്ള സേവനവും ഒക്കെയാണ്. ഞങ്ങളതിൽ ഇടപെടുന്ന പ്രശ്നമില്ല. ഞങ്ങൾ ഇടപെട്ടത് എന്താ, അതിൻ്റെ ഇങ്ങേ അറ്റത്തൊരു കയറിൻ്റെ തലക്കൊരു പശുവിനെ കെട്ടിയിട്ടുള്ളത് ഒരു തെങ്ങ്. ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമത്തെയാണ് യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് പിണറായിനെയാണ്. മനസ്സിലായില്ല, പശുവിനാണ്. പക്ഷേ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെങ്ങിനെയും അതുപോലെ തന്നെ കയറിനെയാണ്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട്, ഇനിയിപ്പോൾ ഈ പറയുന്ന കരുവണ്ണൂരുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന എക്സലോജിക്കുമായി ബന്ധപ്പെട്ട്, കരാറുമായി ബന്ധപ്പെട്ട് ഏത് കേസാകല്ലേ പിണറായിൻ്റെ പേരിൽ ശുദ്ധാസംബന്ധമാണ്. പാർട്ടി ഒരു ഘട്ടത്തിൽ വിശദീകരണം നൽകിയ വിഷയത്തിൽ കൂടുതൽ അന്വേഷണ ഏജൻസികൾ എത്തുന്നു. അത് സാഹചര്യങ്ങൾ മാറ്റുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് അത് പൂർണ്ണമായും വിശദീകരിക്കാൻ ജനങ്ങളോട് പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. കമ്പനികൾ തമ്മിലുള്ള ബന്ധം ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. അതെല്ലാം കമ്പനി പറയേണ്ടിയാണ്. അത് കേസുണ്ടെങ്കിൽ കേസ് കൈകാര്യം ചെയ്യേണ്ടിയാണ്. ഞങ്ങൾക്കതിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അന്നും അത് ഇന്നും അത് ഞാൻ തന്നെ വരെ പറഞ്ഞത്. അതിൻ്റെ പേരിൽ പിണറായി വിജയനെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നു. അത് അന്നും ഞങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട്, ഇന്നും പ്രതിരോധിച്ചിട്ടുണ്ട്, നാളെയും പ്രതിരോധിക്കും. അത്രയേ ഉള്ളൂ കാര്യം. കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടൽ നേരിടേണ്ടി വരുന്നുണ്ടോ CPM-ന്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വേട്ടയാടൽ നല്ലതുപോലെ CPM-നെതിരായിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ തന്നെ കേന്ദ്ര ഫണ്ടിൻ്റെ അകത്ത് 15 കോടി രൂപ അവർ പിഴ അടക്കണം തീരുമാനിച്ച് അതിപ്പം കോടതി കിടക്കുകയാണ്. അപ്പോൾ ബോധപൂർവമാണ്. ഇപ്പോൾ കരുവണ്ണൂരിൻ്റെ പേരും പറഞ്ഞിട്ട് നമ്മുടെ ചില സഹാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ബാങ്ക് മരവിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് കോടി രൂപ തട്ടിയെന്നാണ് ഈ നരേന്ദ്രമോദിയാണ് പറയുന്നത്. നരേന്ദ്രമോദിയുടെ ശീലം ഞങ്ങൾക്കുണ്ട് എന്ന് അദ്ദേഹം പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു പ്രധാനമന്ത്രി അസംബന്ധം പറയുന്നതെന്ന് പറഞ്ഞാൽ അസംബന്ധം തന്നെ, പിന്നെ പറയുന്നത് പറയാൻ പറ്റില്ല. ഇനിയും അത്തരം അസംബന്ധമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങൾ ഒരു തരത്തിലും പ്രത്യേകിച്ച് വേറെ ഒരു മാനവും കാണുന്നില്ല. അതുതന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പറയുന്നത്. രാഹുൽ ഗാന്ധി BJPയുടെ അസിസ്റ്റൻ്റായിട്ട് മാറിയിരിക്കുകയാണ് കേരളത്തിൽ വരുമ്പോഴെങ്കിലും. നേതാവിന്റെ രാഷ്ട്രീയം co-presented by Berger Paints 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റ്. ത്തിനകത്ത് തന്നെ ചില നേതാവിന്റെ രാഷ്ട്രീയം co-presented by Berger Paints 100 years of trust, powered by
ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners. IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ. 21 വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്കെതിരെ ഒന്നും പറയുന്നില്ല എന്നതാണല്ലോ അവരുടെ പ്രധാനപ്പെട്ട വിമർശനം. ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത് അത് അടവ് നയമാണ് എന്നതാണ്. അങ്ങനെ ഒരു അടവ് നയമാണോ അത്? ഒരടവ് നയവുമില്ല. സഖാവ് പിണറായി വിജയൻ നരേന്ദ്രമോദിയെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും വിമർശിച്ചതുപോലെയും സമരം ചെയ്തതുപോലെയും മറ്റൊരാളും ചെയ്തിട്ടില്ല. വെറുതെ വർത്തമാനം പറയില്ല മാത്രമല്ല, എല്ലാം കാതലായ അതിശക്തിയായ വിമർശനം തന്നെയാണ് CPM മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും അങ്ങനെയാണ്. അതുകൊണ്ട് BJP ആയിട്ട് ഒരു അന്തർധാരയെ പറ്റിയും അത് അവർക്ക് അന്തർധാര പറയണം. അവർക്കാണ് അന്തർധാരയുള്ളത്. ഇപ്പോൾ ഇവിടെ നരേന്ദ്രമോദി പറയുന്നതും രാഹുൽ ഗാന്ധി പറയുന്നതും VD സതീശൻ പറയുന്നതും സുധാകരൻ പറയുന്നതും എല്ലാം ഒരേ ലൈനാണ്. അത് മൃദു ഹിന്ദുത്വ നിലപാട് തന്നെയാണ്. ഒന്ന് പൂർണ്ണമായ ഹിന്ദുത്വം, മറ്റൊന്ന് മൃദു ഹിന്ദുത്വം. അവർ തമ്മിലുള്ള ഈ അന്തർധാര മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെന്തോ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കും. ഏത് കേസിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്ന എത്രയെല്ലാം നോക്കിയിട്ടുണ്ട്. ഇവിടെ എത്ര ഏജൻസികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. 5-8 ഏജൻസികൾ, കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിച്ചില്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്? അതിന് ശേഷം ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കില്ല. എന്നിട്ട് എന്തേ ഒന്നും പിടിക്കാൻ പറ്റാത്തത്? പിടിക്കാനില്ല, അവനെ പിടിക്കാൻ പറ്റുമോ? ഈ ഉള്ളി ഒരു വിളിച്ച പോലെയാ. രാഹുലിനെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പഴയ പേര് ഓർമ്മിപ്പിച്ചു. അത് ശരിയായ ഒരു രീതിയാണോ? കാരണം നിങ്ങളുടെ മുഖ്യ ശത്രു എന്ന് പറയുന്ന, ഞാൻ ആ പദം ഉപയോഗിച്ചത് അങ്ങനെയാണ്, പക്വതയില്ലായ്മ എന്നാണ്. അതിൻ്റെ മറ്റൊരു പാര. അത് തെക്കാനും വടക്കാനും നടന്നുകൊണ്ടൊന്നും ഇന്ത്യ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ 2 പുസ്തകത്തിലും ഞാൻ പറഞ്ഞു, പത്രസമ്മേളനത്തിലും പറഞ്ഞു, ആദ്യം അദ്ദേഹം വായിക്കേണ്ട 2 പുസ്തകമുണ്ട്. മാസമൊന്നും വായിക്കണ്ട, അത് വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവും ചെയ്യില്ല. പക്ഷേ 2 വായിക്കാം. അതേതാണെന്ന് വെച്ചാൽ ഒന്ന് ഇന്ത്യയെ കണ്ടെത്തലാണ്, മറ്റൊന്ന് വിശ്വ ചരിത്രാവലോകനം. അത് 2 നെഹ്റുവിൻ്റെയാണ്. അത് വായിക്കാൻ പറഞ്ഞു. എന്തെങ്കിലും ധാരണയും വ്യക്തതയും വരുമ്പോഴല്ലേ ഒരു രാഷ്ട്രീയക്കാരനാവാൻ സാധിക്കുക. അല്ലാണ്ട് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടന്നു, അല്ലെങ്കിൽ മണിപ്പൂരിൽ നിന്ന് ബോംബെയിൽ വരെ നടന്നു എന്നുള്ള കാര്യമുണ്ടോ? ദേശീയ തലത്തിൽ ഒരു മുന്നണിയുടെ ഭാഗമായിരുന്നിട്ട് കേരളത്തിൽ രാഹുൽ ഗാന്ധിയെ ഈ നിലയിൽ കടന്നാക്രമിക്കുന്നതിൽ അതെങ്ങനെയാണ് നിങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുക? അല്ല, ഞങ്ങൾ ഉള്ളതുപോലെ കാണുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. ഒന്നും അധികം കാണണ്ട, ഒന്നും കുറച്ചും കാണണ്ട. അണ്ടർ എസ്റ്റിമേറ്റും ഇല്ല, ഓവർ എസ്റ്റിമേറ്റും കൃത്യമായിട്ട് കാണുക. അപ്പോൾ രാഹുൽ ഗാന്ധിയോടുള്ള നമ്മുടെ വിമർശനം ഞങ്ങൾ പറഞ്ഞു. ആ വിമർശനത്തിൽ അല്ലും പറയല്ല വേണ്ടേ. ആ വിമർശനത്തെ നേരിടാൻ വേണ്ടിയിട്ട് കരുത്തുണ്ടാവണം, പൊളിറ്റിക്കലായിട്ട്, രാഷ്ട്രീയമായിട്ട്. അതിന് പകരം തോന്നിയാസം പറയല്ല വേണ്ടേ. അത് രാഹുൽ ഗാന്ധി തോന്നിയാസം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി തോന്നിയാസം പറഞ്ഞു എന്ന് പറയും. ആ വിമർശനത്തിൽ നിന്നും വിട്ടുപിടിച്ചായിരുന്നു ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. രാഹുലിനെതിരായ വിമർശനം ഗുണം ചെയ്യുന്നത് നരേന്ദ്രമോദിക്ക്. ഈ നരേന്ദ്രമോദിയും ഈ കോൺഗ്രസ് തമ്മിൽ എവിടെയെങ്കിലും മത്സരിക്കണ്ടേ? നരേന്ദ്രമോദിക്കെതിരായിട്ടാണോ അവിടെ ഈ കോൺഗ്രസ് മത്സരിക്കുന്നത്? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടല്ലേ അതിൻ്റെ ജനറൽ സെക്രട്ടറി, അതിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയും അതിൻ്റെ ഏറ്റവും തടസ്സൊട്ടപ്പനാണെന്ന് പറയുന്ന ഈ രാഹുൽ ഗാന്ധിയും മത്സരിക്കുന്നത് ഹിന്ദി മേഖലയിലെ BJPക്കെതിരായിട്ടാണോ? ഇവിടെ ഇടതുപക്ഷത്തിനെതിരായിട്ടല്ലേ മത്സരിക്കുന്നത്? BJP ഇവിടെ അക്കൗണ്ട് തുറക്കും? ഒരു അക്കൗണ്ട് തുറക്കൂല. ഡബിൾ ഡിജിറ്റ് ആണ് BJP നേതാക്കൾ. അതൊക്കെ സ്വപ്നമാണ്. ഒരു മണ്ഡലത്തിലും BJP മണ്ഡലത്തിലും 2ാം സ്ഥാനത്ത് തന്നെ വരില്ല. മുഖ്യ ശത്രു CPMന്റെ മുഖ്യ ശത്രു ആരാണ്? BJP. അതിന് സംശയം? കേരളത്തിലും BJP ആണ്. കേരളത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എവിടെയെങ്കിലും BJPക്ക് മുൻതൂക്കമുണ്ട് എന്ന് തോന്നിയാൽ അവിടെ ചിലപ്പോൾ ക്രോസ് വോട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യം എവിടെയെങ്കിലും ഉണ്ടായാൽ അത് സംഭവിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഇന്ത്യയിൽ, കേരളത്തിൽ എവിടെയില്ല. തിരുവനന്തപുരത്തുമില്ല. നമ്മൾ ജയിക്കാൻ പോകും. പണ്ട് തരൂരിന് അത്തരം ക്രോസ് വോട്ടിംഗ് കിട്ടിയതായി. ഈ തരൂരിനൊക്കെ കുറേ വോട്ട് മുമ്പ് പ്രാവശ്യം കിട്ടി. ആ വോട്ടൊന്നും ഇപ്രാവശ്യം തരൂരിന് കിട്ടാൻ പോകുന്നില്ല. കോൺഗ്രസ്സുകാർക്ക് തന്നെ തരൂരിന് താല്പര്യമില്ല. അപ്പോൾ 2 പ്രമാണിമാർക്കിടയിൽ നമ്മുടെ പാവപ്പെട്ട സഖാവ് പന്നിൻ്റെ ഇന്നലെ നല്ലോണം ജയിക്കാൻ സാധിക്കുന്നുള്ളതാണ് ഇവിടുത്തെ തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ. തൃശ്ശൂരിൻ്റെ കാര്യം? തൃശ്ശൂർ പിന്നെ ഉറപ്പല്ലേ. അവിടെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് തന്നെ കിട്ടില്ല മറ്റേ സുരേഷ് ഗോപിക്ക്. അതിപ്പോൾ 5 പ്രാവശ്യം വന്നിട്ടൊന്നും കയറുന്നില്ല. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, നരേന്ദ്രമോദി ഇവിടെ തന്നെ താമസിച്ചാലും തൃശ്ശൂർ ജയിക്കില്ല. എന്താണ് വടകരയിൽ സംഭവിക്കുന്നത്? വടകരയിൽ ഉറപ്പായിട്ട് ജയിക്കുന്ന ആദ്യത്തെ സീറ്റാണ് വടകര. ഇപ്പോഴത്തെ അശ്ലീല പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
രാഷ്ട്രീയത്തിന് പകരം അശ്ലീലം, അതാണ് ഷാഫി പറമ്പിലിൻ്റെ ആയുധം. അതുകൊണ്ട് കേരളത്തിൽ നടന്നാൽ കേരളം ഒരു പ്രത്യേക നാടാണെന്ന് ആദ്യം മനസ്സിലാവണം. ഇവൻ്റെ ഈ തൊലിപ്പുറത്തുള്ള പരിപാടി വെച്ചുകൊണ്ട് അത് MMS പറഞ്ഞാൽ വളരെ ശരിയാണ്. ഇവരൊന്നും രാഷ്ട്രീയമില്ല, വാട്സപ്പും കൊണ്ട് വന്നെയാണ്. അവർ അതും കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അശ്ലീല ചിത്രം ഉണ്ടാക്കുക, മോർഫ് ചെയ്ത പടം പിണറായിൻ്റെയും അതുപോലെ തന്നെ ശൈലജൻ്റെയും, എന്നിട്ട് അത് വീട്ടിലേക്ക് അയച്ചു കൊടുക്കുക. താനി നാണം കെട്ട ഏർപ്പാടാണ് ഈ UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ പരാതിയിൽ എന്തുകൊണ്ട് നടപടികൾ ഇല്ല എന്നൊരു ചോദ്യം ആദ്യം മുതലേ വന്നപ്പോൾ ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തണ്ടേ? അത് കണ്ടെത്തിയല്ലോ. ഇപ്പം എല്ലാം കണ്ടെത്തിയില്ല. പകരം വിളിച്ചും പോലെ മനസ്സിലായില്ലേ കോൺഗ്രസും യൂത്ത് ലീഗും ഒക്കെയാണെന്ന്. ഇനി എന്നാ കണ്ടെത്തേണ്ടത്? അതിലപ്പുറം ആദ്യം ആ വീഡിയോയുടെ പിന്നിൽ ആര് എന്നുള്ളത് അല്ല, വീഡിയോൻ്റെ പിന്നിലുള്ള ആളെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ആരെയും കണ്ടെത്താൻ ബാക്കിയൊന്നുമില്ല, എല്ലാവരെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. നേതാവിന്റെ രാഷ്ട്രീയം കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years of trust powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ഓട്ട് നേതാവിന്റെ രാഷ്ട്രീയം കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years of trust powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം സർക്കാരിന്റെ വിലയിരുത്തലാകുമോ? സർക്കാരിൻ്റെ വിലയിരുത്തൽ സർക്കാർ അസംബ്ലിയിലേക്കല്ല തിരഞ്ഞെടുപ്പ്. കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല, അസംബ്ലി തിരഞ്ഞെടുപ്പ്. ഇതിന് എത്ര വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അയച്ച് അതൊന്നും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇവിടെയുള്ള ഗവൺമെൻറ്റിന് നല്ല മതിപ്പാണ് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ. 3ാമത്തെ ടേമും ഇടതുപക്ഷം കൊണ്ട് ഈ ഗവൺമെൻറ് വരും. കാരണം കേരളത്തിൽ ആരെയും ഏൽപ്പിക്കേണ്ട സുധാകരനെയും മറ്റേ VD സതീശനെയും ഏത് കോൺഗ്രസിനെ ഏൽപ്പിക്കാനാ? ഇവരെല്ലാം നമ്മൾ ബന്ധം തന്നെ അത്ര വൃത്തികെട്ട രീതിയാണ്. ഈ VD സതീശനും സുധാകരനും ഉൾപ്പെടെയുള്ളവർ എന്തൊക്കെയാണ് അവർ പറയുന്നത്? അവർക്ക് വല്ല രാഷ്ട്രീയമുണ്ടോ, ദർശനമുണ്ടോ, സംഘടനയുണ്ടോ കേരളത്തിൽ? സാർ തന്നെ ആദ്യം ഈ തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് പറഞ്ഞൊരു സാഹചര്യം. സർക്കാരിൻ്റെ വിലയിരുത്തലായിക്കോട്ടെ, ഞങ്ങൾക്ക് ഇതിൽ വിഷമമില്ലാന്ന്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞ്. സാർവദേശീയ വിലയിരുത്തലാവും, ഇന്ത്യൻ വിലയിരുത്തലാവും, കേരള വിലയിരുത്തലാവും, അങ്ങനെ എല്ലാം കൂടി വിലയിരുത്തിക്കോട്ടെ. ഞങ്ങൾക്ക് എന്താ കുഴപ്പം? പൗരത്വ ഭേദഗതി നിയമം കേരളത്തിന് ഒരു ദോഷവും ചെയ്യില്ല എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ആര് പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം, അത് അതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാവാനായിട്ടാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ക്ലോസ് അല്ല പ്രശ്നം. മതരാഷ്ട്രമാക്കാനുള്ള തയ്യാറെടുപ്പാണ്. മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ പൗരത്വം നിർണ്ണയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് വന്നാൽ മതരാഷ്ട്രമാണ്. സാമുദായിക സംഘടനകളുടെ പിന്തുണ, മതസംഘടനകളുടെ പിന്തുണ CPM-നുണ്ടോ? അല്ല, ഞങ്ങളിപ്പം മത സംഘടനയോ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു വിഭാഗം രീതിയിലല്ല ഞങ്ങൾ കാണുന്നത്. ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത് ഒരു മതരാഷ്ട്രമാക്കാനാണ്. അപ്പോൾ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ട് മാത്രമേ മതനിരപേക്ഷതയിലേക്ക് പോകാൻ സാധിക്കൂ. ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഇത്തവണ കേരളത്തിൽ കിട്ടുമോ? ന്യൂനപക്ഷത്തിൻ്റെയും ഭൂരിപക്ഷത്തിൻ്റെയും എല്ലാവരുടെയും പിന്തുണ കിട്ടും. ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യൻ്റെയും പിന്തുണ കിട്ടും. ഈ ഇന്ത്യ വേണ്ട, ഫാസിസ്റ്റ് ഇന്ത്യ വേണം എന്ന് പറയുന്നവരുടെ പിന്തുണയെ കിട്ടാതിരിക്കുള്ളൂ. അത് RSSൻ്റെയും RSSനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധിൻ്റെ കോൺഗ്രസിൻ്റെയാണ്. അത് രണ്ടും ഒരേ കാറ്റഗറിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ അതൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കുന്നതല്ല. BJP വിരുദ്ധ ഗവൺമെൻറ് അധികാരത്തിൽ വരും. 400 BJPയുടെ പ്രഡിക്ഷൻ. 400 കൂടി 200 കിട്ടൂല. ഇതിന് വേണ്ടേ 400 ആവാൻ? BJP പ്രാവശ്യം തോക്കും. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എന്താണോ സംഭവിച്ചത്, അതേപോലുള്ള സംഭവമായിരിക്കും ഇപ്രാവശ്യം നരേന്ദ്രമോദിക്ക് ഉണ്ടാകുക. കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് VD സതീശനാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പ്രതിപക്ഷ നേതാവ് വളരെ തരം താണിരിക്കുകയാണ്. ഒരിക്കലും ഒരു കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവോ കോൺഗ്രസ് നേതാവോ
കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും താഴെ പോയ ആ റേഞ്ച് തകർന്നു പോയ ഒരു നേതാവിനെ പറ്റിയും പറയാനില്ല. വി ഡി സതീശൻ വെല്ലുവിളിച്ചിരിക്കുകയാണ്. CPIM ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ ലോകത്ത് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു ഫണ്ട് പാർട്ടി വാങ്ങിയിട്ടില്ല. വാങ്ങാതെ ഒറ്റ പാർട്ടി നമ്മളാണ്. ഈ വി ഡി സതീശൻ പറയുന്നത് CPM വാങ്ങിയിട്ടുള്ളതാണ്. ഞങ്ങളെപ്പോലെ തന്നെയാണ് എല്ലാ പാർട്ടിയും വിചാരിച്ചിട്ടാണ് മൂപ്പർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPMന് വ്യതിരിക്തമായ നിലപാടുണ്ട്. ഞങ്ങൾ ജനങ്ങളുടെ ചിലവിലാണ് പ്രവർത്തിക്കുന്നത്. ഈ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. നിങ്ങൾ കുത്തക മുതലാളിമാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്നേ വരെ അങ്ങനെയാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് BJPക്ക് 8,500 കോടി കിട്ടുമ്പോൾ 2,000 കോടി നിങ്ങൾക്ക് കിട്ടിയല്ലോ, കോൺഗ്രസിന് കിട്ടിയല്ലോ. എന്നിട്ട് ആ 2,000 കോടിയും പോക്കറ്റിലിട്ടിട്ട് രാഹുൽ ഗാന്ധി പറയുകയാണ് ഇത് കൊള്ളയടിയാണ്. പറയുന്നതിൽ എന്തെങ്കിലും ഒരു ആർജവം വേണ്ട. എന്നിട്ട് നരേന്ദ്രമോദി പ്രകോപനപരമായിട്ട് പറഞ്ഞു, ശ്രീകൃഷ്ണനെ കാണാൻ പോയ കുചേലൻ്റെ കയ്യിൽ നിന്ന് അവിൽപ്പൂതി വാങ്ങിയാൽ ഈ കോടതി അത് അഴിമതിയാണെന്ന് പറയുമോ? ഇത്ര ചീപ്പായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? ഇത് റേഞ്ചില്ല, ആ പ്രശ്നം. താനീ RSSൻ്റെ തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതല്ലാതെ വരുത്താൻ വേണ്ടി കുറേ കൊല്ലമായിട്ട് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷെ നടക്കുന്നില്ല. പണ്ടാരോ പറഞ്ഞ പോലെ മാങ്ങയുടെ പുളി ശരിക്കും മനസ്സിലാവണമെങ്കിൽ അണ്ടിയോട് എടുക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോഴാണ് പ്രകോപനപരമായിട്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അദ്ദേഹമല്ലേ പറഞ്ഞേ മട്ടം വെച്ച് കളഞ്ഞു. ഇലക്ഷൻ പ്രചരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ മട്ടം വെച്ച് കളഞ്ഞു എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയില്ലേ ഇത്? പിന്നെ എന്തിൻ്റെ ഗൗരവമുള്ള പ്രധാനമന്ത്രി അത്? ഇവിടെ വന്നിട്ട് കരുവണ്ണൂർ ബാങ്കിനെ പറ്റി പറഞ്ഞില്ലേ, പിണറായിനെ പറ്റി പറഞ്ഞില്ലേ? താനി ചീപ്പാണ്. നമ്മുടെ സാധാരണ RSSകാരൻ്റെ, ഇവിടുത്തെ നാട്ടിലെ RSSകാരൻ്റെ അതേ റേഞ്ചിലാണ് വർത്തമാനം പറയുന്നത്. പൂർണ്ണ വിജയമാണ് പ്രതീക്ഷ, ഒരു സംശയമില്ല. ഈ ഘട്ടത്തിൽ ഒരു ക്രൗഡ് പുള്ളർ വി എസ് പ്രചാരണത്തിനില്ലാത്ത ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്രൗഡ് പുള്ളറുടെ അഭാവം CPM ഇല്ല. എല്ലാ യോഗവും വമ്പിച്ച യോഗങ്ങളല്ലേ നടക്കുന്നത്. ഇപ്പോൾ തന്നെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന യോഗങ്ങൾ, പിണറായിൻ്റെ യോഗം വമ്പിച്ച ജനകീയ മുന്നേറ്റമല്ലേ. സീതാറാം യെച്ചൂരിയുടെ യോഗം, പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, അത് തുടങ്ങിയ എല്ലാവരുടെയും യോഗങ്ങൾ വലിയ യോഗങ്ങളല്ലേ. യോഗങ്ങളൊന്നും ചെറിയ യോഗങ്ങളൊന്നുമില്ല. ഞങ്ങളെല്ലാം പങ്കെടുത്ത യോഗങ്ങളൊക്കെ ആയിരക്കണക്കിന് ആൾ പങ്കെടുക്കുന്ന യോഗങ്ങളാണ്. ക്രൗഡ് പുള്ളറുടെ അഭാവമില്ല. അതൊന്നും ഒരു പ്രശ്നമില്ല കാര്യമല്ല. പുള്ളറെല്ലാം കിട്ടിയില്ലല്ലേ. എന്തായാലും പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. എല്ലാവിധ ആശംസകളും. നേതാവിന്റെ രാഷ്ട്രീയം. Co-presented by Berger Paints, 100 years of trust. Powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners. IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ. 21-ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ.